തെങ്ങിൽ നിന്നു വീണ് പരിക്കേറ്റയാൾ മരിച്ചു. അതിരപ്പിള്ളി കുണ്ടുകുഴിപ്പാടം കാടുകുറ്റി വീട്ടിൽ രാഘവന്റെ മകൻ ഷാജുവാണ് മരിച്ചത്. ആംബുലൻസ് സേവനം കൃത്യമായി ലഭിക്കാത്തതിനാലാണ് മരണം സംഭവിച്ചതെന്ന് പരാതി. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ. 2 ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 60ഓളം ആനകൾ. ആനകൾ കൈയടക്കിയ ഗ്രാമത്തിൽ ഭീതിയോടെ കഴിയുന്നവർക്ക് അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റയാൾ മരിച്ചു. അതിരപ്പിള്ളി കുണ്ടുകുഴിപ്പാടം കാടുകുറ്റി വീട്ടിൽ രാഘവന്റെ മകൻ ഷാജുവാണ് മരിച്ചത്. ആംബുലൻസ് സേവനം കൃത്യമായി ലഭിക്കാത്തതിനാലാണ് മരണം സംഭവിച്ചതെന്ന് പരാതി. ഗുണനിലവാരമില്ലാത്ത ആംബുലൻസ് ആണ് ഇവിടെ സേവനം നടത്തുന്നതെന്ന ആക്ഷേപവുമുണ്ട്. അതിരപ്പിള്ളിയിൽ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. കുണ്ടുകുഴിപ്പാടം കാടുകുറ്റി വീട്ടിൽ രാഘവന്റെ മകൻ ഷാജുവാണ് മരിച്ചത്. വർഷങ്ങളായി അതിരപ്പിള്ളി മേഖലയിൽ കള്ളുചെത്തു തൊഴിൽ ചെയ്തു വരുന്ന ഷാജു കണ്ണൻകുഴിയിലെ ഒരു വീട്ടിൽ തെങ്ങ് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷാജുവിനെ ഉടൻ തന്നെ ജീപ്പിൽ വെറ്റിലപ്പാറയിലെത്തിച്ചു. പിന്നീട് 108 ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി 2 തവണ ആംബുലൻസ് തകരാറിലായി. തുടർന്ന് ജീപ്പിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഗുണനിലവാരമില്ലാത്ത ആംബുലൻസാണ് ഇവിടെ സേവനം നടത്തുന്നതെന്ന ആക്ഷേപവുമുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ. 2 ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 60ഓളം ആനകൾ. പ്രദേശത്തെ പറമ്പുകളിലും റബ്ബർ തോട്ടങ്ങളിലും റോഡിലും ആനകൾ ഇറങ്ങി ഭീതി വിതയ്ക്കുകയാണ്. ആനകൾ കൈയടക്കിയ ഗ്രാമത്തിൽ ഭീതിയോടെ കഴിയുന്നവർക്ക് അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ. പാലപ്പിള്ളിയിൽ നിന്ന് കുണ്ടായി ചൊക്കന പ്രദേശത്തേക്കുള്ള റോഡിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. ഈ മേഖലയിൽ മാസങ്ങളായി ആനകളുടെ സാന്നിധ്യമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവ അക്രമാസക്തരായതാണ് നാട്ടുകാരെ ഭീതിയിലാക്കുന്നത്. ആദിവാസി വിഭാഗങ്ങളും തോട്ടം തൊഴിലാളികളും ഏറെയുള്ള പ്രദേശമാണിത്. ആനകൾ കൂട്ടത്തോടെ ഇവിടേക്ക് എത്തിയതോടെ നാട്ടുകാരുടെ സ്വൈര്യജീവിതം തകർന്നിരിക്കുകയാണ്. പ്രദേശത്തെ പറമ്പുകളിലും റബ്ബർ തോട്ടങ്ങളിലും റോഡിലും ആനകൾ ഇറങ്ങി ഭീതി വിതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുണ്ടായിൽ റോഡിൽ പിടിയാന ഉറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിന് സമീപത്തായി റോഡിൽ നിലയുറപ്പിച്ച ആനക്കൂട്ടം വഴിയാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു. കാട്ടാന ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് വഴിയാത്രക്കാർ രക്ഷപ്പെടുന്നത്. കാടുമൂടിയ റബ്ബർ തോട്ടത്തിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന ആനകളെ അടുത്തെത്തുമ്പോഴാണ് വാഹനയാത്രക്കാർക്ക് കാണാൻ കഴിയുന്നത്. വനാതിർത്തികളിൽ കിടങ്ങുകൾ തീർത്ത് ആനകളെ തടയുകയാണ് ഏക പോംവഴി. ഇതിനായി പലതവണ നാട്ടുകാർ വനവകുപ്പിൽ പരാതി നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അധികാരികൾ ഒഴിഞ്ഞു മാറുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ തടയാൻ യാതൊരു മാർഗവും ഇല്ലെന്ന നിലപാടിലാണ് വനപാലകർ. ഏതു സമയത്തും അക്രമാസക്തരാകുന്ന ആനകൾക്കിടയിൽ ജീവിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ബുധനാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും വ്യാഴാഴ്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുമാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. കേരള തീരത്ത് ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കാഴ്ച പരിമിതർ ഇനി അക്ഷരങ്ങളുടെ ലോകത്തേക്ക്. ദീപ്തി ബ്രെയിലി സാക്ഷരതാ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചു. നടവരമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആദ്യ ക്ലാസ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പഠിതാക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു.
അന്നാണ് ജർമ്മൻ എഴുത്തുകാരനായ ബ്രൈറ്റിന്റെ പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുസ്തകരായുധമാണ് നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ. കാഴ്ച പരിമിതർക്ക് ബ്രെയിൻ ലിപിയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ബ്രെയിലി സാക്ഷരതാ പദ്ധതി. തൃശൂർ ജില്ലയിലെ കാഴ്ചപരിമിതരായ മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ ജില്ലാ സാക്ഷരതാ മിഷന്റെയും ബ്ലൈൻഡ് ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്കുകളിലും ക്ലാസുകൾ ആരംഭിക്കും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് KS ധനീഷ്, ബ്ലോക്ക് മെമ്പർ വിജയലക്ഷ്മി വിനയചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർ മാത്യൂസ്, സാക്ഷരതാ മിഷൻ പ്രതിനിധി ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ, ജില്ലാ കോർഡിനേറ്റർ കൊച്ചുറാണി മാത്യു, അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM സുബൈദ, ബ്ലൈൻഡ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി മുരളീധരൻ, ഇൻസ്ട്രക്ടർമാരായ ജോണി, ജിതേഷ്, സുരേഷ്, ജയരാജ്, ബേബി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാനവ സഞ്ചാരത്തിന് തൃശൂരിൽ സ്വീകരണം നൽകി. വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ രംഗത്തെ പ്രമുഖരുടെ നേതൃത്വത്തിലാണ് സാംസ്കാരിക നഗരിയിൽ സ്വീകരണം നൽകിയത്. പൗരാവകാശങ്ങളെ ജാതീയതയുടെ പേരിൽ ഇല്ലാതാക്കാനുള്ള ശ്രമം മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് നേരിടേണ്ടതുണ്ടെന്ന് മാനവ സംഘം ഉദ്ഘാടനം ചെയ്ത റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. മഹനീയമായ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് സമ്മാനിക്കുന്ന പൗരാവകാശങ്ങളെ ജാതിയുടെ മതത്തിന്റെ പേരു പറഞ്ഞില്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്ന അപകടകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട്. സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് വിളിക്കാവുന്ന വിധത്തിൽ അധികാരവർഗത്തിന്റെ പിന്തുണയോടെ നാട്ടിൽ ഉയർന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഏതെങ്കിലും മതത്തിന്റെ നിറം ചാർത്താനും അതിന് വർഗീയ സ്വഭാവം വരുത്താനും മനുഷ്യത്വമെന്ന മഹത്തായ പദത്തിന് അർത്ഥമില്ലാതാക്കാനും നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളെ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് നേരിടുക എന്നതാണ് ഈ കാലം നമ്മളെ ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ചൂരൽമലയിലെ മഹാദുരന്തം കഴിഞ്ഞ് 115 ദിവസം നാം പിന്നിടുകയാണ്. 251 പേർ മരണപ്പെട്ട 47 മനുഷ്യജീവിതങ്ങൾ ഇനിയും കണ്ടെത്താൻ ബാക്കി നിൽക്കുന്ന ഒരു പക്ഷേ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയപ്പോൾ കരുതൽ കൊണ്ടും കരുത്തുകൊണ്ടും മലയാളി, ലോകത്തു മലയാളിയെ സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള മുഴുവൻ മനുഷ്യരും ഒത്തുചേർന്ന ഒരു വലിയ കേരള മോഡൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. നഗരത്തിൽ നടന്ന സൗഹൃദ നടത്തത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അണിചേർന്നു. സംരംഭകരുമായി ഹയാത്ത് റീജൻസിയിലും യുവജന പ്രസ്ഥാന നേതാക്കളുമായി ശോഭ സിറ്റിയിലെ ക്ലബ് ഹൗസിലും കൂടിക്കാഴ്ച നടത്തി. ടേബിൾ ടോക്ക്, മാധ്യമ വിരുന്ന്, സ്ഥാപന സന്ദർശനം, പ്രാസ്ഥാനിക സംഗമം തുടങ്ങിയവയും നടന്നു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. യാത്രാനായകൻ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസരി സംഗമത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, PSK മൊയ്തു ബാഖവി, സയ്യിദ് ഫസൽ തങ്ങൾ, TJ സനീഷ് കുമാർ MLA, മുൻ MP TN പ്രതാപൻ, CR നീലകണ്ഠൻ, KS ഹംസ, CA റഷീദ്, ശോഭ സുബിൻ, മലങ്കര ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഫാദർ റെജി, ഫാദർ അനീഷ് മാത്യു, ഫാദർ ജെയിംസ് KJ, ശ്രീമദ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ എന്നിവർ സംസാരിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ തൃശൂർ മെഡിക്കൽ കോളേജ് RMO ഡോക്ടർ R ഷാജിക്ക് വീൽചെയറുകൾ സമർപ്പിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. പുത്തഞ്ചിറ പഞ്ചായത്ത് വില്ലേജ് ഓഫീസിന്റെ പരിസരത്തുള്ള റോഡ് 2 മാസത്തോളമായി തകർന്നു കിടക്കുന്നതായി പരാതി. വെള്ളൂരിൽ നിന്നും മാണിയങ്കാവ് റോഡിലൂടെ പുത്തഞ്ചിറ വില്ലേജിലേക്കും കൃഷിഭവനിലേക്കും പഞ്ചായത്തിലേക്കും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കുമുള്ള പഞ്ചായത്ത് റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. 1 വർഷം മുമ്പ് ടാറിംഗ് റോഡിന്റെ സമീപം കോൺക്രീറ്റ് ഇട്ടിരുന്നു. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് അപകടാവസ്ഥയിലായിരിക്കുകയാണ്. ഈ റോഡിലൂടെ നിരവധി വാഹനയാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന വഴിയിലെ അപകടാവസ്ഥ പഞ്ചായത്ത് അധികാരികൾ ഗൗനിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നും വർത്തിക്കാനിലെ മത പാർലമെന്റിൽ പങ്കെടുക്കുന്ന 4 ജനപ്രതിനിധികൾക്ക് ബിഷപ്പ് ഹൗസിൽ യാത്രയയപ്പ് നൽകി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, മുനിസിപ്പൽ കൗൺസിലർ BJ ജോജി, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, അന്നമനട സർവീസ് സഹകരണ ബാങ്ക് മാനേജർ ജിയോ വട്ടക്കാടൻ എന്നിവർക്കാണ് ബിഷപ്പ് പോളി കണ്ണുകാടൻ യാത്രയയപ്പ് നൽകിയത്. വികാരി ഫാദർ വിൽസൺ ഈരത്തറ അധ്യക്ഷനായി.
വികാരി ഫാദർ ജോളി വടക്കൻ, ഷാജൻ ചക്കാലക്കൽ, ദേവസിക്കുട്ടി പനക്കാടൻ എന്നിവർ സംസാരിച്ചു. ശിവഗിരി മഠം വർത്തിക്കാൻ ലോക പാർലമെന്റിൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നും 4 പേരാണ് പങ്കെടുക്കുന്നത്. സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി 29, 30 ഡിസംബർ 1 തീയതികളിലായി വർത്തിക്കാനിൽ സമ്മേളനം നടക്കുന്നത്. 29-ന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കും. 30-ന് നടക്കുന്ന സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഗുരുദേവന്റെ ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിൽ ആലാപനം ചെയ്താണ് സമ്മേളനം തുടങ്ങുന്നത്. കൊടുങ്ങല്ലൂരിൽ ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് 23 കിലോഗ്രാം കഞ്ചാവ് കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തയാൾ അറസ്റ്റിൽ. തിരുവനന്തപുരം പുത്തൻപാലം വള്ളക്കടവ് നസറുദ്ദീനെയാണ് SHO BK അരുണും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 28-ന് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. ചന്തപ്പുര വടക്കു ഭാഗത്ത് ദേശീയപാതയിൽ ആഡംബര കാറിൽ കടത്തുകയായിരുന്ന 23 കിലോ കഞ്ചാവ് കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മൊത്തക്കച്ചവടത്തിനായി ഒഡീഷയിൽ നിന്നെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. കഞ്ചാവ് കൊണ്ടുവരാൻ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയവരെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് നസറുദ്ദീൻ ഇവർക്ക് 35,000 രൂപ ഗൂഗിൾ പേ അയച്ചിരുന്നതായി കണ്ടെത്തുകയും ഇയാളെ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇതോടെ ഈ കേസിൽ 3 പേർ അറസ്റ്റിലായി. അന്നമനട ഗ്രാമപഞ്ചായത്ത് ബാലനയ പ്രഖ്യാപനം നടത്തി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അതിലൂടെ തന്നെയാണ് എന്ത് പഠിക്കുന്നതിനേക്കാളും തുടക്കമെന്നത്. പക്ഷേ നമുക്ക് അത്തരം ഒരു പഠനം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം. കൊച്ചുകുട്ടികളിലേക്ക് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണങ്ങളെ കുറിച്ച്, അവർക്കുള്ള അവകാശങ്ങളെ കുറിച്ച്, കുട്ടികൾക്ക് ഒത്തിരി അവകാശങ്ങൾ വെറുതെ ഇരുന്ന് അച്ഛനും അമ്മയ്ക്ക് ചീത്ത പറയാനുള്ള ആളുകൾ, അധ്യാപകർ, ഞാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള അവർക്ക് എപ്പോഴാണെങ്കിലും കേസ് കൊടുക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടാവില്ല. വെറുതെ അമ്മ ചീത്ത പറഞ്ഞാൽ അച്ഛൻ ചീത്ത പറഞ്ഞാൽ എൻ്റെ മോനൊരു ദിവസം ഇവിടെ പറഞ്ഞാൽ ഞാൻ പോയിട്ട് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. അപ്പോൾ അതവരുടെ അവകാശമാണ്, വേറെ ഒന്നുമില്ല, അതവരുടെ അവകാശമാണ്. പല കുട്ടികളും കേസ് കൊടുത്തിട്ടുണ്ട്, രക്ഷിതാക്കൾക്ക് കേസും കൊടുത്തിട്ടുണ്ട്. കേസിൽ അവർ വിജയിച്ചവരായിട്ടുമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികളെ പോലീസുകാരെ ഒന്ന് അന്വേഷണം നടത്തിയിട്ട് രക്ഷിതാക്കളെ താക്കീത് ചെയ്തിട്ടുള്ള പോലീസുകാരുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. മഞ്ജു സതീശൻ, KA ഇക്ബാൽ, TK സതീശൻ, സിന്ധു ജയൻ, ലളിത ദിവാകരൻ, ആനി ആൻഡ്രു, സുനിത സജീവൻ, KA ബൈജു, ഷിജ നസീർ, CK ഷിജു, മോളി വർഗീസ്, MK ഹക്ക്, NP ആന്റണി, ഡേവിസ് കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനാചരണം സംഘടിപ്പിച്ചു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഉദ്ഘാടനം നിർവഹിച്ചു. ഏറെ പ്രാധാന്യമുണ്ട്. ഇന്ന് പല രീതിയിലുള്ള പീഡനങ്ങളാണ് കുട്ടികളായാലും സ്ത്രീകളായാലും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തടയിട്ടുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് നമ്മൾക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തിയായാലും നമുക്ക് അധികാരമായാലും അവകാശമായാലും നേടിയെടുക്കാനായിട്ട് നമ്മൾ സ്ത്രീകൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഇത് തന്നെയാണ് ഇന്നത്തെ സദസ്സ്. നമ്മൾ ഏതൊരു പരിപാടിയിലും ഏതൊരു കാര്യങ്ങളിലേക്ക് ചെന്നാൽ മുൻനിരയിൽ നിൽക്കുന്നത് നമ്മൾ സ്ത്രീകൾ തന്നെയാണ്. അവരുടെ അവകാശങ്ങളൊന്നും ലംഘിച്ചുകൊണ്ടല്ല, അത് നേടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മളുടെ സമൂഹത്തെ നമ്മളെ ഒറ്റപ്പെട്ടുകൊണ്ടല്ല കാണുന്നത്, എല്ലാവരും നമ്മളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് കാണുന്നത്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിൻ്റെ വിശദമായ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് നമുക്ക് ലീഗൽ അതോറിറ്റിയിൽ നിന്നും ഫ്രാൻസിസും അതേപോലെ തന്നെ നമ്മുടെ വക്കീലായ ശ്രീരേഖയും എത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ സംസാരിച്ചു. ജനിതവും ജൈവികവുമായ അസമത്വങ്ങളെ ഇച്ഛാശക്തിയാൽ വെല്ലുവിളിക്കുന്ന അതിജീവന കലയുടെ കാവലാളായ ബാബു എന്ന ലക്ഷ്മി കണ്ണന് ചടങ്ങിൽ സ്നേഹാദരവ് നൽകി. അഡ്വക്കേറ്റ് IR ശ്രീരേഖ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കും ചങ്ങമ്പുഴ അനുസ്മരണം മത്സരങ്ങളിലെ വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് മാളവി സാഹിത്യ കൂട്ടായ്മ, വയോജനവേദി, ഹരിതകർമ്മസേന എന്നിവരുടെ വ്യത്യസ്തമായ പരിപാടികൾ അരങ്ങേറി.
റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് തോമസ് കോളേജിന്റെ സഹകരണത്തോടെ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ലഘുലേഖ പ്രകാശന വിതരണവും നടത്തി. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ MP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. റാഫ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് KT പിയൂസ് അധ്യക്ഷത വഹിച്ചു. സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ KA മാർട്ടിൻ ലഘുലേഖ പ്രകാശനവും വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു. റാഫ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് KT പിയൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒരു വാഹനം നമ്മൾ നിരത്തിലിറക്കുമ്പോൾ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ദോഷം പരിഹരിക്കുന്നതിന് ഓരോരുത്തരും ഒരു മരമെങ്കിലും വെച്ചുപിടിപ്പിക്കണമെന്ന ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ആശയം പങ്കുവെച്ചുകൊണ്ട് പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു. തൃശൂർ RTO K സന്തോഷ് കുമാർ റോഡ് സുരക്ഷാ ക്ലാസ് നയിച്ചു. NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ AS സാബു, റാഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TIK മൊയ്തു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റെജി വർഗീസ്, ജിയോ J വാഴപ്പിള്ളി, കരിയന്നൂർ തവരാജ്, ഡോക്ടർ വിമല K ജോൺ, ശശി നെട്ടിശ്ശേരി എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാറക്കടവ് ബ്ലോക്ക് കൗൺസിൽ സമ്മേളനം നടത്തി. കുന്നുകരയിൽ നടന്ന സമ്മേളനം പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം MK ചിദംബരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KA ഖാദർ അലി അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് വത്സല, പാറക്കടവ് ബ്ലോക്ക് സെക്രട്ടറി CP അംബുജാക്ഷൻ, മോളിക്കുട്ടി സെബാസ്റ്റ്യൻ, KG രാമകൃഷ്ണപിള്ള, ഗർവാസിസ് പോൾ, MA ഫ്രാൻസിസ്, KS സതീഷ് ചന്ദ്രൻ, TK സുബ്രഹ്മണ്യൻ, KS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള ഉപയോഗങ്ങൾക്കൊന്നും പ്രയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് പോയ കാലം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ശേഷം വരുന്ന തലമുറയ്ക്കും ഇത് ഉപയോഗിക്കുന്നതിന് നമുക്ക് കുടിവെള്ളം ഇല്ലാതെ കരൾ സംബന്ധമായ അസുഖങ്ങളും ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അതൊക്കെ വളരെ നാമമാത്ര രോഗമാണ്. അപ്പോൾ അവരൊക്കെ പുറത്ത് പറയാനായിട്ട് ക്യാൻസറൊക്കെ പുറത്ത് പറയാൻ പഠിക്കുന്ന ഒരു സമൂഹം ഒട്ടനവധി മാറി ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പനി മാരിയാണ് പടർന്നു തെളിച്ചു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു തലമുറ നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാലിന്യം. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സന്തോഷ് കുമാർ, ബിജി വിൽസൺ, പഞ്ചായത്ത് അംഗങ്ങളായ സേതുമോൻ ചിറ്റേത്, പ്രിയ ലിജോ, സെക്രട്ടറി KM പ്രീതി, AR ഷൈനി, BRC കോർഡിനേറ്റർ ഗ്രീഷ്മ ചന്ദ്രൻ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. പുന്നക്ക് ബസാർ തണൽ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എറണാകുളം പാലിയേറ്റീവ് കെയർ ജനറൽ സെക്രട്ടറി KK ബഷീർ ക്ലാസ് നയിച്ചു. തണൽ പാലിയേറ്റീവ് കെയർ കോർ ടീം കൺവീനർ അമീൻ നൌഫൽ അധ്യക്ഷത വഹിച്ചു. PK നാസർ, പ്രോഗ്രാം കോർഡിനേറ്റർ അഷ്റഫ് പുന്നക്ക് ബസാർ, കോർഡിനേറ്റർ ഇബ്രാഹിം കുട്ടി എന്നിവർ സംസാരിച്ചു. നടവരമ്പ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ ചടങ്ങുകളുടെ സമാപനത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു പ്രകാശനം നിർവഹിച്ചു. അധ്യാപിക ഷക്കീല, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പ്രദീപ് മേനോൻ, ജനറൽ സെക്രട്ടറി അനൂപ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി, വെള്ളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സോവനീർ പ്രകാശനം, പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമം, വേൾഡ് റെക്കോർഡിനു വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങിയവ 2025 ഏപ്രിൽ 4, 5, 6 ദിവസങ്ങളിൽ നടത്താൻ നടവരമ്പ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ശതാബ്ദി കമ്മിറ്റി തീരുമാനിച്ചു. ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് താലൂക്ക് കമ്മിറ്റി രൂപീകരണ യോഗം പറവൂരിൽ നടന്നു. ആക്ഷൻ ഫോഴ്സ് ജില്ലാ സെക്രട്ടറി ജോബി തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വർക്കിച്ചൻ മേനാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ചെയർമാൻ ഹാരിസ് കൊടുങ്ങല്ലൂർ, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ബിന്ദു ബിജു, മീഡിയ കോർഡിനേറ്റർ MK സുബ്രഹ്മണ്യൻ, സ്റ്റേറ്റ് വൈസ് ചെയർമാൻമാരായ റോഷൻ റോയ്, ലക്ഷ്മി വളാഞ്ചേരി, ജില്ലാ സെക്രട്ടറി TA സുഭാഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TJ കൃഷ്ണൻ, PK ശാന്ത എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞത്തിന്റെ ഭാഗമായി വിവിധ ദേശങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ശ്രീകൃഷ്ണ വിഗ്രഹ ഘോഷയാത്ര നടന്നു. തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചുണ്ടാലത്ത് സപ്താഹ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീമദ് നാരായണീയം ശ്രേഷ്ഠാചാര്യ പുരസ്കാര ജേതാവ് സുമതി R നായർ, ശിവപുരാണ പാരായണ സമർപ്പണം നടത്തിയ സത്യപ്രകാശൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
തുടർന്ന് ആചാര്യവരണം, ഭാഗവത മഹാത്മ്യ പാരായണം, പ്രഭാഷണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കിഴക്കിനേടത്ത് ഗോതൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി സതീശൻ മരുതൂർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PN ജയരാമൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് EN ചന്ദ്രശേഖരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നവംബർ 24 മുതൽ ഡിസംബർ 1 ഞായർ വരെയാണ് ശ്രീമദ് സപ്താഹയജ്ഞം. കുളത്തൂർ പുരുഷോത്തമനാണ് യജ്ഞാചാര്യൻ. വൺ ഇന്ത്യ വൺ പെൻഷൻ മാള പഞ്ചായത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഡ് തല പൊതുയോഗം നടന്നു. പ്രസിഡന്റ് വർഗീസ് ഈഴക്കാടൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പീറ്റർ, സ്റ്റേറ്റ് സെക്രട്ടറി ജയ്സൻ നെടുമുറി, തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹനീഫ ഹാജി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റയാൾ മരിച്ചു. അതിരപ്പിള്ളി കുണ്ടുകുഴിപ്പാടം കാടുകുറ്റി വീട്ടിൽ രാഘവന്റെ മകൻ ഷാജുവാണ് മരിച്ചത്. ആംബുലൻസ് സേവനം കൃത്യമായി ലഭിക്കാത്തതിനാലാണ് മരണം സംഭവിച്ചതെന്ന് പരാതി. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി കുണ്ടായി ചൊക്കന പ്രദേശങ്ങൾ. 2 ദിവസമായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് 60ഓളം ആനകൾ. ആനകൾ കൈയടക്കിയ ഗ്രാമത്തിൽ ഭീതിയോടെ കഴിയുന്നവർക്ക് അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.